ഹലോ, വെൽക്കം ടു മൈ ചാനൽ ABCD 5 സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം. 15 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുമെന്ന ചലഞ്ചിന്റെ 11ാമത്തെ വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോസിലേക്കാൾ കൂടുതൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുവരെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തതുപോലെ ആദ്യം ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കാം. അതിൽ ആദ്യം 5 വേർഡ്സ്, പിന്നെ ബാക്കി വേർഡ്സ് സെന്റൻസ് മേക്കിങ്ങിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം 5 വേർഡ്സ് V1, V2, V3 ഫോമിൽ. ആദ്യം തന്നെ ഞാൻ മലയാളത്തിലെ വേർഡ്സ് പറയാം, അതിന് ഇംഗ്ലീഷ് നിങ്ങൾ പറയണം. ജോലി ചെയ്യുക, വർക്ക്, വർക്ക്, വർക്ക്. ഒരു സ്ഥലത്ത് താമസിക്കുക, താമസിക്കുക, അതായത് ഒരു സ്ഥലത്ത് താമസിക്കുക. സ്റ്റേ, സ്റ്റേഡ്, സ്റ്റേഡ്. ജീവിക്കുക, ലിവ്, ലിവ്ഡ്, ലിവ്ഡ്. ഓടുക, റൺ, റാൻ, റൺ. ശ്രമിക്കുക, ട്രൈ, ട്രൈഡ്, ട്രൈഡ്. ഇനി ഈ വേർഡ്സ് വെച്ചും കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ച വേർഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യണം. കഴിഞ്ഞ വീഡിയോസിലേക്ക് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് 2 ടൈപ്പ് സെന്റൻസ് നമുക്കിന്ന് മേക്ക് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതിനായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് നോളജ്. അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്ന സെന്റൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. മുമ്പ് എപ്പോഴോ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് കരുതുക. 2 വർഷമായിട്ട് നമ്മൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ഇപ്പോഴും നമ്മൾ അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്നാണ്. മറ്റൊരു സെന്റൻസ് പറയാം. 2 വർഷമായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ ജോലി ചെയ്യുന്നില്ല, അത് അവസാനിപ്പിച്ചു, ഇപ്പൊ നമ്മൾ അവിടെ അല്ല ജോലി ചെയ്യുന്നത് എന്നർത്ഥം വരും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് അവിടെ 2 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞത് 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള 2 ടൈപ്പ് സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു എന്ന് നമുക്കിന്ന് നോക്കാം. ആദ്യം മലയാളത്തിൽ ആ സെന്റൻസ് പറയുമ്പോൾ 2 വർഷമായി ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സെന്റൻസ് മേക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എന്നാണ് ആദ്യം വരും. ആര് ജോലി ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ ആദ്യം വരും. അപ്പോൾ ഐ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ജോലി ചെയ്യുക എന്നാണ്. നമ്മൾ ഇപ്പോൾ വെർബ് പഠിച്ചേ ഉള്ളൂ. ജോലി ചെയ്യുക എന്നുള്ളതിന് വർക്ക്. അപ്പൊ ഐ വർക്ക്. എവിടെയാണ് ജോലി ചെയ്യുന്നത്? അവിടെ. അപ്പൊ ദർ. ഐ വർക്ക് ദർ. പിന്നെ 2 വർഷമായി എന്ന് വെക്കണം. അപ്പോൾ 2 വർഷമായി എന്ന് വെക്കാനായിട്ട് 2 years ആണ്. ആ 2 yearsന്റെ തൊട്ട് മുമ്പ് ഒരു ഫോർ എന്നുള്ളൊരു വാക്ക് വെക്കണം. അപ്പോൾ ഐ വർക്ക് ദർ ഫോർ 2 years. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചൊരു സെന്റൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇതിന്റെ അർത്ഥം ഞാൻ അവിടെ വർക്ക് ചെയ്യാറുണ്ട്, 2 വർഷമായിട്ട് വർക്ക് ചെയ്യാറുണ്ട് എന്ന് മാത്രമേ അർത്ഥമാവുന്നുള്ളൂ. അതല്ല നമുക്ക് വേണ്ടത്. 2 വർഷമായി ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ വെർബിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. അതിനായിട്ട് ആദ്യം ഈ വെർബിന്റെ കൂടെ ING ഫോം ചേർക്കണം. അപ്പോൾ ഐ വർക്കിംഗ് ദർ എന്നാണ്. അത് മാത്രം പോരാ, ഈ വർക്കിംഗ് എന്നതിന് തൊട്ട് മുമ്പ് ഹാവ് ബീൻ എന്ന് വെക്കണം. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ 2 years. ഇപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ 2 വർഷമായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് സിംഗുലറിലാണെങ്കിൽ അവൾ 2 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 2 years. അപ്പോൾ ഷീ വന്നപ്പോൾ ഹാസ് വന്നു, ഐ വന്നപ്പോൾ ഹാവ് വന്നു. അപ്പൊ എല്ലാ പ്ലൂറൽസിന്റെ ഒപ്പം ഹാവ് ആണ് ചേർക്കേണ്ടത്. എല്ലാ സിംഗുലറിന്റെ ഒപ്പം, എല്ലാ സിംഗുലർ സബ്ജക്റ്റിന്റെ ഒപ്പം ഹാസ് ആണ് ചേർക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇന്ന് മറ്റൊരു തരത്തിലുള്ള സെൻസ് കൂടെ നമുക്ക് പഠിക്കാണ്ടല്ലോ. അതായത് ഞാൻ 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ അവിടെയല്ല, 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ പറയുന്നു എന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ 2 വർഷമായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഇപ്പോഴും അവിടെയാണ് എന്നുള്ളതിന് നമ്മൾ ഇപ്പൊ പഠിച്ചേ ഉള്ളൂ. അതെന്തായിരുന്നു? ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ 2 years. ഇനി ഇവിടെ ഈ ഹാവ് മാറ്റി ഹാഡ് എന്ന് വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം അങ്ങോട്ട് മാറും. എങ്ങനെയായിരിക്കും അത്? 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും അവിടെ ഇല്ല എന്ന് അർത്ഥം വരും. അപ്പൊ ഈ ഹാവ് മാറ്റി ഹാഡ് വെക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥമാണ് വരിക. അപ്പോൾ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ദർ ഫോർ 2 years.
ഓക്കെ, അത് സിംഗുലറിലായാലും ഈ ഹാഡ് മാറുമൊന്നുമില്ല, ഹാഡ് തന്നെയാണ്. ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ദർ ഫോർ 2 years. അവൾ 2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം വരിക. ഇനി 2 സെന്റൻസ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ 2 years. ഞാൻ അവിടെ 2 വർഷമായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ദർ ഫോർ 2 years. ഞാൻ അവിടെ 2 വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഈ ഫോർ എങ്ങനെയാണ്, ഫോർ എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത്? അത് 2 വർഷമായി എന്ന് പറയുമ്പോൾ അവിടെ ഫോറാണ് വെക്കുന്നത്. എന്നാൽ നമ്മൾ പറയുകയാണ് ഇപ്പോൾ 2 വർഷം മുമ്പ്, അതായത് 2018 മുതൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ മുതൽ എന്നൊക്കെ വെക്കുമ്പോൾ നമ്മൾ സിൻസ് എന്നുള്ളൊരു വാക്കാണ് വെക്കുക. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ സിൻസ് 2018. ഇനി ഞാൻ അവിടെ 2018 മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴില്ല. അപ്പോൾ അത് പറയാനാണെങ്കിൽ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ദർ സിൻസ് 2018 അങ്ങനെ പറയും. അപ്പോൾ ഈ ഫോറും സിൻസും മനസ്സിലായല്ലോ. 2 വർഷമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഫോർ 2 years എന്ന് പറയും. എന്നാൽ 2018 മുതൽന്നോ അതല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുതൽന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ സിൻസ് എന്നാണ് വെക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു പ്രയോഗം കൂടെ നിങ്ങളിവിടെ പഠിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഹാവ് ബീൻ എന്താണെന്നും ഹാസ് ബീൻ എന്താണെന്നും സിൻസ്, ഫോർ ഇതൊക്കെ പഠിച്ചു. ഇനി അതുപോലെ മറ്റൊരു പ്രയോഗം എന്ന് പറയുന്നത് ആസ് എന്ന് വെക്കാനാണ്. ഈ ആസിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എന്നാൽ അതിൽ ഇപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. എന്നാൽ ഇപ്പം അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അവൾ 1 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാം എങ്ങനെ, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ദർ ഫോർ 1 year അങ്ങനെ പറയാം. എന്നാൽ അതല്ല, അവളൊരു ടീച്ചറായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ വർക്കിംഗ് ടീച്ചർ ഫോർ 1 year. അത് മതിയോ? പോരാ. അവിടെ വർക്കിംഗ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീച്ചർ എന്നുള്ളതിന് മുമ്പായിട്ട് ആസ് എന്ന് വെക്കാം. ആസ് എന്ന് വെക്കുമ്പോഴാണ് ആ സെൻറ്റൻസ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് ടീച്ചർ ഫോർ 1 year. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറയാം. അവൾ ആ ഓഫീസിൽ ഒരു ക്ലർക്കായിട്ട് 2 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് ക്ലർക്ക് ഇൻ ദിസ് ഓഫീസ് ഫോർ 2 years. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഒരു അഡ്വക്കേറ്റ് ആണ്. ഒരു അഡ്വക്കേറ്റ് 7 വർഷമായിട്ട് ഒരു കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വർക്ക് എന്നുള്ളൊരു പകരമായിട്ട് പ്രാക്ടീസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ അവിടെ 7 വർഷമായിട്ട് ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് കോടതിയിൽ എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് ആസ് എൻ അഡ്വക്കേറ്റ് ഇൻ പാലക്കാട് ഫോർ 7 years അങ്ങനെ പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇത് ചെയ്യുന്നില്ല, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പഠിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും പഠിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ നോട്ട് ചേർക്കേ വേണ്ടുള്ളൂ. അതെവിടെ എങ്ങനെയൊക്കെ ചേർക്കണമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ. ഇനി ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് നോട്ട് ബീൻ. ഹാവിൻ്റെയും ബീൻ്റെയും ഇടയിലാണ് നോട്ട് വെക്കേണ്ടത്. അപ്പോൾ ഐ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ് ദർ. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതല്ലെങ്കിൽ ഐ ഹാവൻ ബീൻ വർക്കിംഗ് ദർ എന്ന് പറയാം. ഇനി അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ദർ. അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഷീ ഹാസ് നോട്ട് ബീൻ വർക്കിംഗ് ദർ. അതല്ലെങ്കിൽ ഷീ ഹാസൻ ബീൻ വർക്കിംഗ് ദർ. ഇനി അവൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ ഹി ഹാഡ് ബീൻ വർക്കിംഗ് ദർ. ഇനി അവൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയാൻ ഹി ഹാഡ് നോട്ട് ബീൻ വർക്കിംഗ് ദർ. അതല്ലെങ്കിൽ ഹി ഹാഡൻ ബീൻ വർക്കിംഗ് ദർ എന്ന് പറയാം. ഇനി ക്വസ്റ്റ്യനായി ചോദിക്കാനായിട്ട് നിങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് യു ഹാവ് ബീൻ വർക്കിംഗ് ദർ. ഇനി നിങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനായിട്ട് ഈ ഹാവ് എടുത്തിട്ട് ആദ്യം വെക്കണം. അത്രയേ ഉള്ളൂ. ഹാവ് യു ബീൻ, യു കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ബീൻ വരുള്ളൂ. ഹാവ് യു ബീൻ വർക്കിംഗ് ദർ, ഹാവ് യു ബീൻ വർക്കിംഗ് ദർ. ഇനി നിങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, നിങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയാനായിട്ട് യു ഹാവ് നോട്ട് ബീൻ വർക്കിംഗ് ദർ. അതല്ലെങ്കിൽ യു ഹാവൻ ബീൻ വർക്കിംഗ് ദർ. ഇനി അത് ക്വസ്റ്റ്യനായി ചോദിക്കാൻ ഹാവൻ യു ബീൻ വർക്കിംഗ് ദർ.
അങ്ങനെ ചോദിക്കാം. പിന്നെ അടുത്തത് അവൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ദർ. ഇനി അവൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാസ് ഷീ ബീൻ വർക്കിംഗ് ദർ? ഇനി അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ഷീ ഹാസ് നോട്ട് ബീൻ വർക്കിംഗ് ദർ. അതല്ലെങ്കിൽ ഷീ ഹാസൻ ബീൻ വർക്കിംഗ് ദർ. ഇനി അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഹാസൻ ഷീ ബീൻ വർക്കിംഗ് ദർ. ഇതുപോലെ തന്നെയാണ് ഹാഡ് വെക്കുമ്പോഴും. നിങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? ഹാഡ് യു ബീൻ വർക്കിംഗ് ദർ? നിങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, ഹാഡ് യു ബീൻ വർക്കിംഗ് ദർ? ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ബേസിക് നോളേജിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ, ഫോർ, സിൻസ്, ആസ്, പിന്നെ അവയുടെ നോട്ട് ചേർത്തിട്ട് എങ്ങനെ പറയാം, പിന്നെ അവ ക്വസ്റ്റ്യൻസ് ആയിട്ട് എങ്ങനെ ചോദിക്കാം, ഇതൊക്കെ പഠിച്ചു. ഇനി ഇതൊക്കെ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറയും, അത് നിങ്ങൾ ഇംഗ്ലീഷിലാക്കി പറയണം. ഡിസ്പ്ലേയിൽ കാണിക്കുന്നതിന് മുമ്പ് പിന്നെ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പറയണം. അപ്പോൾ സെൻറ്റൻസ് മേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അവൻ കുറേ നേരമായി ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഹാസ് ഹി ബീൻ റണ്ണിങ് ഫോർ ലോങ് ടൈം? അതെ, 2 മണിക്കൂറായി അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഹി ഹാസ് ബീൻ റണ്ണിങ് ഫോർ 2 hours. നിങ്ങൾ ഹേമയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഹാഡ് യു ബീൻ കോളിംഗ് ഹേമ? ശനിയാഴ്ച മുതൽ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I had been calling Hema since Saturday. അവർ ബോംബെയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? Have they been living in Bombay? 4 വർഷമായി അവർ ബോംബെയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ല. No, they have not been living in Bombay for 4 years. നിങ്ങൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? Had you been trying for job? അതെ, ഞങ്ങൾ 1 വർഷമായി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Yes, we had been trying for job for 1 year. സോജൻ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണോ? Has Sojan been staying in rent house? അതെ, സോജൻ 3 വർഷമായി വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Sojan had been staying in rent house for 3 years. 1 വർഷമായി അവൻ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. He has been staying in his own house for 1 year. നീ എന്നെ ഉച്ച മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Had you been waiting for me since afternoon? രാവിലെ മുതൽ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I had been waiting for you since morning. അവൾ വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണോ? Has she been washing clothes? അവൾ 1 മണിക്കൂറായി വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. She had been washing clothes for 1 hour. റിയ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. Had Riya been singing since morning? രാവിലെ മുതൽ റിയ പാടിക്കൊണ്ടിരിക്കുകയല്ല. റിയ has not been singing since morning. വരുൺ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? Has Varun been working? അതെ, വരുൺ ഒരു ഹോട്ടലിൽ 3 മാസമായി കാഷ്യറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Yes, Varun has been working as cashier in hotel for 3 months. നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? Have you been teaching English? അതെ, ഞാൻ 10 വർഷമായി ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been teaching English for 10 years. അവൾ നിന്റെ മക്കളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? Had she been protecting your children? അവൾ എൻ്റെ മക്കളെ 6 മാസമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. She has been protecting my children for 6 months. അവർ അവരുടെ അയൽവാസികളുമായി വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണോ? Have they been fighting with their neighbors? അവർ അവരുടെ അയൽവാസികളുമായി 3 മണിക്കൂറായി വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. They had been fighting with their neighbors for 3 hours. നിഖിൽ നിന്നോട് പണം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ?
Had Nigel been asking money to you? അവൻ കുറേ നേരമായി എന്നോട് പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. He has been asking money to me for a long time. തൃഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? Has Trisha been praying? തൃഷ രാവിലെ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Trisha had been praying since morning. നീ അവളെ ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ? Haven't you been cheating her? ഞാൻ അവളെ ചതിച്ചുകൊണ്ടിരിക്കുകയല്ല. I have not been cheating her. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസ് മേക്കിംഗ് എല്ലാവർക്കും നന്നായി പറയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത്രത്തോളം ബേസിക് നോളജിലെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് സെൻറ്റൻസ് മേക്കിങ്ങിലേക്ക് കടന്നത്. എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും ഈ സെൻറ്റൻസ് മേക്കിംഗ് നന്നായി പറയാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ സെൻറ്റൻസ് മേക്കിംഗ് എന്നുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ മറ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ 1 മുതൽ കണ്ടവർക്ക് മാത്രമേ നമ്മുടെ ഈ 15 ഡേയ്സ് ചലഞ്ച് ശരിയായ രീതിയിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ 1 മുതൽ കാണണം. അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസ് മേക്കിംഗ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു ഐഡിയ ആയിട്ട് കൂടുതൽ അറിവുകളുമായിട്ട് കൂടുതൽ സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.